നവംബർ 17 മുതൽ 2018 നവംബർ 16 വരെയുള്ള ഒരു വർഷക്കാലം കലിയുഗവരതനായ ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ പൂജകനായി സേവനമനുഷ്ഠിച്ചത് ചാലക്കുടി മംഗലത്ത് അഴകത്ത് മന ബ്രഹ്മശ്രീ AV ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയായിരുന്നു. നാളിതുവരെയുള്ള പൗരോഹിത്യ ജീവിതത്തിൽ ലഭിച്ച ഈ അസുലഭ സൗഭാഗ്യത്തെ അയ്യപ്പ കടാക്ഷമായി കണ്ട് തന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് ഈ വൈദിക ശ്രേഷ്ഠൻ. സ്വാമി ശരണമയ്യപ്പ. 2017-18 കാലഘട്ടങ്ങളിൽ ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിൽ മേൽശാന്തിയായിരുന്നു. ഇൻ്റർവ്യൂ പാസ്സായി സെലക്ഷൻ ലിസ്റ്റിൽ വന്ന് നറുക്കെടുത്തപ്പോൾ ആകെ 14 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരാളുടെ എടുക്കും മേൽശാന്തി ലിസ്റ്റ് വരും, തള്ളും. അങ്ങനെ 13ാം നമ്പറിലാണ് എൻ്റെ ഇത് പാസ്സായത്. അങ്ങനെയുള്ളൊരു അയ്യപ്പൻ്റെ ഒരു പരീക്ഷണം എൻ്റെ ഇൻ്റർവ്യൂവിലും നറുക്കെടുപ്പിലും ഉണ്ടായിരുന്നു. ഏതായാലും അയ്യപ്പൻ കടാക്ഷിച്ച് എന്നെ മേൽശാന്തിയായി തിരഞ്ഞെടുത്തു. അതുകൊണ്ട് ഞാൻ അയ്യപ്പനോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. നറുക്കെടുപ്പൊക്കെ കഴിഞ്ഞ അന്ന് തന്നെ ഞാൻ ശബരിമലയിൽ ദർശനത്തിനായിട്ടും തന്ത്രിമാരുടെ അനുഗ്രഹത്തിനായിട്ടും പുറപ്പെട്ടു. തുലാമാസം 30-ാം തീയതി ശബരിമലയിൽ എത്തുകയും ചാർജ് എടുക്കുന്നതിനായിട്ട് അവിടെ എത്തി. പതിവ് പോലെ 18ാം പടിക്കാൻ മേൽശാന്തി കൂട്ടിക്കൊണ്ടുപോയി ശബരിമലയിൽ എത്തി തന്ത്രി അവരോധ ചടങ്ങ് നടത്തി അകത്ത് കയറി മൂലമന്ത്രം ഉപദേശിച്ച് കഴിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്തൊരു അനുഭൂതിയായി നമുക്ക് പറഞ്ഞറിയിക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിവരണാതീതമാണ്. ഏതായാലും ആ മണ്ഡലക്കാലം മകരവിളക്ക് കാലം എല്ലാം ഭംഗിയായിട്ട് തന്നെ പോയി. മാസപൂജകളും പതിവ് പോലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉത്സവകാലം വന്നു. മീനമാസത്തിൽ പங்குനി ഉത്രം ആറാട്ടായിട്ടാണ് അവിടെ ഉത്സവം നടത്തുന്നത്. ആ ഉത്സവ ആറാട്ടിന് എഴുന്നള്ളിക്കുമ്പോൾ ആന ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ട് ഒന്ന് ഓടി തെടുമ്പോൾ ഒന്ന് താഴെ വീണുണ്ടായി. എങ്കിലും യാതൊരു പരിക്കും പറ്റാതെ ആറാട്ട് ഭംഗിയായിട്ട് തന്നെ നടത്തി തരാൻ അയ്യപ്പൻ അനുഗ്രഹിച്ചു എന്നുള്ളത് വളരെ എന്താ പറയുക അനുഗ്രഹമായിട്ട് കരുതുന്നു. കാരണം യാതൊരുവിധ അപകടവും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാനിരിക്കുന്ന കാലത്താണ് ശബരിമല വെള്ളപ്പൊക്കം 17-18 വെള്ളപ്പൊക്കം വരുന്നത്. ആ വെള്ളപ്പൊക്ക കാലത്താണ് നിറപൂത്തരി ആഘോഷം ശബരിമലയിൽ നടക്കേണ്ടിയിരുന്നത്. ആ പമ്പയിലത് കാരണം തന്ത്രിക്ക് അവിടെ എത്താൻ സാധിച്ചില്ല. അപ്പോൾ നിറപൂത്തിരി ആണെങ്കിൽ മുടങ്ങും എന്നുള്ളൊരു ഘട്ടം വന്നു. കാരണം 2 കതിരെങ്കിലും അവിടെ എത്തിയാലേ നമുക്ക് നിറപൂത്തിരി നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ അത് പോലീസും ഫയർഫോഴ്സും ആരും അനുമതി കൊടുക്കാത്ത കാരണം പമ്പയിലെ ജോലിക്കാരായ 2 പേര് അവർ ഉള്ളുരുകി അവർ പറഞ്ഞു, ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് സമ്മതിക്കണം, ഞങ്ങൾ 2 കറ്റെങ്കിലും ഞങ്ങൾ അവിടെ എത്തിച്ചോളാം. കാരണം ഞങ്ങൾ ഇത്ര കാലം ഇവിടെ ജീവിക്കുന്നവരാണ്. അപ്പോൾ ഞങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ ആ ജീവിതത്തിൻ്റെ അർത്ഥം തന്നെ ഇല്ലാതാവുമെന്നും പറഞ്ഞുകൊണ്ട് രാത്രി ഇവരെല്ലാം കണ്ണ് വെട്ടിച്ചുകൊണ്ട് 2 കറ്റ ഇവർ വടം കെട്ടി ശബരിമല എത്തിച്ചു. പിറ്റേ ദിവസം തന്ത്രിയുടെ അനുവാദത്തോടുകൂടി നിറപൂത്തിരി പൂജ കഴിക്കാനുള്ള ഭാഗ്യം കൂടി എനിക്കുണ്ടായി. കാരണം ശബരിമല ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ല. തന്ത്രി അല്ലാതെ നിറപൂത്തിരി പൂജ കഴിക്കാൻ വേറൊരു മേൽശാന്തിക്ക് ആ ഭാഗ്യം കിട്ടിയിട്ടില്ല. അതൊരു അഹങ്കാരത്തോടു കൂടി പറയല്ല, എളിമയോടുകൂടി തന്നെ പറയുകയാണ്. അതിനുള്ള ഭാഗ്യം കൂടി എനിക്കുണ്ടായി. പിന്നത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ 2018 സെപ്റ്റംബർ 28-ാം തീയതിയാണ് സുപ്രീം കോടതി യുവതീ പ്രവേശന വിധി വരുന്നത്. യുവതികൾക്കും ശബരിമലയിൽ ദർശനം നടത്താം എന്നുള്ളൊരു വിധി വരുന്നത് സെപ്റ്റംബർ മാസത്തിലാണ്. അത് കഴിഞ്ഞ് പിന്നത്തെ മാസം തുലാമാസത്തിലാണ് അവിടെ നട തുറക്കുന്നത്. ആ സമയത്ത് ഈ 2-3 യുവതികൾ ശബരിമലയിൽ കയറാനായിട്ട് വരികയും അത് പോലീസിൻ്റെ അകമ്പടിയോടുകൂടി മരക്കൂട്ടം വരെ എത്തുകയും ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അതിനെ പ്രതിരോധിക്കേണ്ടി വന്നു. അപ്പോൾ ഞങ്ങളുടെ ശിഷ്യന്മാരും മാളികപ്പുറം മേൽശാന്തിയുടെ ശിഷ്യന്മാരും ബാക്കി ഭക്തജനങ്ങളും എല്ലാവരും കൂടി 18ാം പടിക്ക് താഴെ ഇരുന്ന് ഭജനം ചൊല്ലുകയും അപ്പോൾ അധികാരികൾക്ക് തോന്നി ഇതിനി അവിടെ വരെ പോയാൽ കൈവിട്ട് പോകും എന്നുള്ള അവസ്ഥ വന്നപ്പോൾ അവർ തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. ആ ഒരു നമ്മുടെ കാലഘട്ടത്തിൽ അത്തരമൊരു യുവതീ പ്രവേശനം നടത്താൻ സാധിച്ചില്ല എന്നുള്ളതും കൂടി ഒരു അയ്യപ്പൻ്റെ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. എല്ലാ ഭക്തജനങ്ങളോടായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ വളരെയധികം ബോധശുദ്ധിയോടുകൂടി ശബരിമലയ്ക്ക് പോകണം എന്ന് തന്നെയാണ് എല്ലാ ഭക്തജനങ്ങളോടും പറയാറ്. അങ്ങനെ പോയി നമ്മൾ എന്താവശ്യപ്പെടുന്നുവോ ഭഗവാൻ അത് സാധിച്ചു തരും. ശബരിമല മേൽശാന്തി കാലം എന്നുള്ളത് പുറപ്പെടാ ശാന്തിയാണ്. 1 കൊല്ലം അവിടുന്ന്
എങ്ങും പോകാൻ പറ്റില്ല എന്നുള്ളൊരു കാലഘട്ടമാണ്. അത് ആൾക്കാരെല്ലാവരും ചോദിക്കുന്നുണ്ടായി, നിങ്ങൾ എങ്ങനെ ഈ മണ്ഡലം മകരവിളക്ക് കഴിഞ്ഞാൽ മാസത്തിൽ 5 ദിവസം അവിടെ നട തുറക്കുകയുള്ളൂ, ബാക്കിയുള്ള സമയം നിങ്ങൾ എങ്ങനെ കഴിക്കും എന്നുള്ളൊരു പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. അത് നമുക്ക് പോകുമ്പോൾ നമുക്കും ആ ഒരു ഉത്കണ്ഠ ഉണ്ടായിരുന്നു. പക്ഷേ കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ സന്ധ്യാവന്ദനാദികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രീരുദ്രം ജപിക്കും, ഭാഗവതം ഒരു അധ്യായം വെച്ചോ അല്ലെങ്കിൽ ഒരു നിശ്ചയ കണക്കിൽ ഞാൻ 1 കൊല്ലം കൊണ്ട് ഭാഗവതം പൂർത്തിയാക്കി. ജപപാദികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണം, ഇങ്ങനെ സമയത്തിൻ്റെ നമുക്കൊരു പോകാനൊരു വിരസത ഒരിക്കലും തോന്നിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വസ്തുത. മണ്ഡല മകരവിളക്ക് കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്ത് 3 മണിക്ക് നട തുറക്കണം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗണപതി ഹോമം, അഭിഷേകാദികൾ ഇത് കഴിഞ്ഞ് ഉച്ചപൂജ കഴിഞ്ഞ് 1 മണിക്കാണ് നട അടയ്ക്കുന്നത്. 1 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് വീണ്ടും 3 മണിക്ക് തന്നെ നട തുറക്കണം. വൈകുന്നേരം രാത്രി ദീപാരാധന, പടിപൂജ, പൂജയൊക്കെ കഴിഞ്ഞ് 11 മണിക്കാണ് നട അടയ്ക്കുന്നത്. സാമാന്യം ഞാൻ ഒരു 58 വയസ്സിലാണ്. അപ്പോൾ ഒരു പ്രായമായ വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും അതിനെപ്പറ്റി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ, അത് അയ്യപ്പസ്വാമിയുടെ ഒരു അനുഗ്രഹമായിട്ട് കാരണം ഒറ്റ ദിവസം പോലും എനിക്ക് ഈ 1 കൊല്ലത്തിനിടയ്ക്ക് ഒരു പനി വന്നിട്ടോ അല്ലെങ്കിൽ ആശൂലം വന്നിട്ടോ എനിക്ക് നടവർക്കാതിരിക്കാൻ പറ്റിയിട്ടില്ല. അത് അയ്യപ്പസ്വാമിയുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ മണ്ഡലക്കാലം ഈ നിലയ്ക്ക് കഴിഞ്ഞു പോകുമ്പോൾ സാധാരണ പിന്നെ മാസപൂജ എന്ന് പറയുമ്പോൾ വളരെയധികം വ്യത്യാസമുണ്ട്. കാരണം മാസപൂജയ്ക്ക് 4 മണിക്ക് നട തുറന്നാൽ മതി, ഉച്ചയ്ക്ക് 1 മണിക്ക് അടയ്ക്കും. അത് 1 മണിക്ക് തന്നെയാണ് അടയ്ക്കുന്നത്. എങ്കിലും സമയം ധാരാളമുണ്ട്, കൂടുതൽ 5 ദിവസമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് മണ്ഡലവും ഇതും കൂടി താരതമ്യം ചെയ്യുമ്പോൾ മണ്ഡലകാലത്ത് തീരെ പ്രയാസമില്ല. മണ്ഡലകാലത്ത് പിന്നെ ഇത്തരം ഇത് എന്നെ അനുഭവപ്പെട്ടിട്ടുമില്ല. കാരണം ഒരു ക്ഷീണമോ, ഞാൻ പറഞ്ഞല്ലോ, ഈ ഉറക്കത്തിൻ്റെയോ ഇതൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. കാരണം അമ്പലത്തിലെ ക്ഷേത്രത്തിലത് കഴിഞ്ഞാൽ മുറിയിൽ വന്നാലും ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരിക്കും. പക്ഷെ അവരെ മടക്കി അയക്കാൻ പറ്റില്ല. അപ്പോൾ അവരെയും ട്രീറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് വിശ്രമിക്കാൻ. അപ്പോൾ വിശ്രമം എന്ന് പറഞ്ഞത് ശരിക്ക് ഇല്ല. എങ്കിലും കൂടി അത് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് യാതൊരു വിഘ്നം കൂടാതെ നടത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സംതൃപ്തി. മകരവിളക്ക് അന്ന് തുടങ്ങി 5 ദിവസം അവിടെ ശബരിമല മാളികപ്പുറത്ത് നിന്ന് അയ്യപ്പനെ എഴുന്നള്ളിക്കുന്ന ഒരു ചടങ്ങുണ്ട്. 4 ദിവസം അത് 18-ാം പടി വരെ വന്ന് തിരിച്ചു പോകുന്ന ആചാരവും 5-ാം ദിവസം അത് ശരംകുത്തി വരെ പോയിട്ട് തിരിച്ച് എഴുന്നള്ളത്തുമാണ്. അത് സാധാരണ അത് അയ്യപ്പനെയാണ് എഴുന്നള്ളിക്കുന്നത്. അതാണ് മകരവിളക്ക് ഉത്സവം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുരുതിയോടുകൂടി ആ കൊല്ലത്തെ മണ്ഡല മകരവിളക്ക് ഉത്സവം സമാപിക്കും. പിന്നെ എല്ലാ മാസവും മാസപൂജയൊക്കെയാണ് തുറക്കുന്നത്. ഇതാണ് പൊതുവെയുള്ള ഒരു ശബരിമലയിലത്തെ ഒരു ദിനചര്യ. ഒരു വർഷത്തെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തെ നമ്മുടെ ഒരു എന്താ പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവരോധം കഴിഞ്ഞ് അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ അതിന് വിവരിക്കേണ്ടതെന്ന് നമുക്ക് ഒരു വാക്കുകളില്ല. അതുപോലെ തന്നെയാണ് ഇറങ്ങുമ്പോഴത്തെയും ഒരു ഇത്. കാരണം 1 കൊല്ലത്തെ യാതൊരു ചീത്തപ്പേരും ഇല്ലാതെ ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും വിഘ്നം കൂടാതെ നടത്താൻ സാധിച്ചു എന്നുള്ള ആ ഒരു സംതൃപ്തിയോടുകൂടിയാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ ആ ഇറങ്ങുന്നത്തെ ഒരു മാനസികാവസ്ഥ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു വാക്കുകളെ കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. അത്രയധികം അയ്യപ്പനോട് നന്ദി അറിയിച്ചിട്ടാണ് നമ്മൾ മടങ്ങുന്നത്. ഞാനിപ്പോൾ ശബരിമല ഇത് കഴിഞ്ഞ് 2018 ഇറങ്ങി ഇപ്പോൾ 7 വർഷം കഴിഞ്ഞു. 2025 ഒരു മണ്ഡല മകരവിളക്ക് കാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ യാതൊരു വലിയ ഇതൊന്നും ഇല്ലാതെ തന്നെ ധാരാളം ഭക്തജന തിരക്കുണ്ട്. എങ്കിലും കൂടി യാതൊരു അത്യാഹിതമൊന്നും ഇല്ല എന്നുള്ളവർക്ക് നല്ലൊരു മണ്ഡലകാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ മണ്ഡലവും മകരവിളക്കും നടന്നു പോകട്ടെ. എല്ലാ ഭക്തജനങ്ങൾക്കും സുഖദർശനവും അയ്യപ്പൻ്റെ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. സ്വാമി ശരണമയ്യപ്പ.